ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പോണൊരു വ്ളോഗാണിത്. അപ്പോൾ എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 മാസം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല, നവംബറും ഡിസംബറും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ജനുവരിയിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ ഞാൻ വർക്കില്ലാത്ത കാരണം ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അങ്ങോട്ട് വേണ്ട ബുക്കുകളൊക്കെ. അങ്ങനെ ഞാൻ പോകുമ്പോൾ എനിക്ക് ഒരു കാലി ഓട്ടോ കിട്ടി കേട്ടോ, ആറങ്ങോട്ടർ വരെ. അങ്ങനെ ക്ലാസ്സിലൊക്കെ പോയി കുറേ കാലത്തിന് ശേഷം കുട്ടികളെന്നൊക്കെ കണ്ടു. അങ്ങനെ അത് പോയി തിരിച്ചെത്തിയപ്പോൾ ഉണ്ണി കൂലയും കഴിഞ്ഞു, കുറുക്കൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അവൾക്ക് ഇപ്പോഴും കുറുക്ക്, അമൃതം പൊടി കുറുക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അത് ചിലർ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയണത് കേട്ടോ. അപ്പോൾ ഉണ്ണി ഇതങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ ഞാൻ വന്നപ്പോൾ ഇനി പാല് വേണം എന്നൊക്കെ എന്നെ കണ്ടപ്പോൾ രാവിലെ ഞാൻ പോകുമ്പോഴാണല്ലോ എണീറ്റ്. അപ്പോൾ പാല് വേണം എന്നിട്ട് വാശി പിടിക്കുകയാണ്. എന്തുണ്ടായി? ആര് കരഞ്ഞു? ആരാ കരഞ്ഞ്? ആമിയല്ലേ കരഞ്ഞത്? ആ, എന്തിനാ ആമി കരഞ്ഞ്? ആരടാ അച്ഛൻ? മണ്ണിമേമ അടിച്ച്? എന്നിട്ടോ? കുറുനരിയോ? എന്നിട്ടോ? തരുമോ? എത്രണ്ണം തരും? രണ്ടോ? രണ്ടെണ്ണം തരുമോ? ശരി, അമ്മ പൊട്ടിച്ചരാ. തരും. ഞാൻ വരുന്നൊരു മണിക്കൂട്ടിയുടെ കൂടെ ഒക്കെ കളിക്കുകയായിരുന്നു കേട്ടോ അവളെ. അപ്പോൾ കാവത്ത് തിരുവാതിരയ്ക്ക് ഉണ്ടാക്കിൻ്റെ ബാക്കി ഇരിക്കുന്നതെന്ന്, അതുകൊണ്ട് വീണ്ടും ഉണ്ടാക്കിയതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛൻ്റെ കൃഷിത്തോട്ടത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴത്ത് കയ്പ്പയ്ക്കായിരുന്നു, അത് പിന്നെയും മേലേക്കും കൂടി ആക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ തന്നെ ഉണ്ടാവണേന്ന് ഇങ്ങനെ പുറത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തുമ്പിയൊക്കെ അങ്ങനെ വന്ന് കുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സെലക്ട് ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. തീരെ അങ്ങനെ തുമ്പി കുത്താത്തൊക്കെ ഉണ്ടോ അത്രയും നോക്കിയിട്ടൊക്കെ ഉണ്ട് പുറത്തേക്ക് കൊടുക്കുമ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സൈസ് ആയിട്ടുണ്ട്, പക്ഷേ അതിന്മേൽ തുമ്പി കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്ക് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് വഴുതനങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണി അത് പൊട്ടിക്കുകയാണ്. ഉണ്ണിയോട് അത് നോക്കാൻ പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ അവൾ അത് പൊട്ടിക്കാനാട്ടോ നോക്കണത്. അപ്പോൾ അതിന് ഞാൻ ചീത്ത പറയട്ടോ, എന്നാലും അവളത് പൊട്ടിക്കാൻ നോക്കുകയാണ്. പിന്നെ അത് അവളെ നിന്നിട്ട് അച്ഛൻ്റെ കൂടെ കളിയാണ് കേട്ടോ. ഏട്ടനിന്ന് ഉച്ച വരെ വറക്കുള്ളൂ. അപ്പോൾ അത് കാരണം അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കയ്പ്പയ്ക്ക താഴത്തൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ മുന്നത്തെ കുറേ വ്ളോഗിലൊക്കെ കാണിച്ചില്ല. അവിടത്തൊക്കെ മുഴുവൻ പോയിട്ടോ. അതൊക്കെ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് വിളവൊക്കെ കഴിഞ്ഞിട്ട് അത് പിന്നെയൊക്കെ നാശമായി പോയി. പിന്നെ ആ ഒരു ഇതൊന്ന് വിത്തെടുത്തിട്ട് തന്നെ കേട്ടോ വീണ്ടും ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ താഴത്ത് വേറെ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഏട്ടൻ വൈകുന്നേരം വന്നു. പിന്നെ ഏട്ടൻ വന്നിട്ട് കിടന്ന് ഉറങ്ങിയിട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായിട്ടോ ഞങ്ങൾ ഇറങ്ങാൻ. പോകുമ്പോൾ കുറച്ച് കയ്പ്പയ്ക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ തലേ ദിവസം കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പോണത് അന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് കാരണം പിന്നെ കയ്പ്പയ്ക്ക കൊണ്ട് ആർക്കും വലിയ അത്ര അങ്ങനെ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ കുറച്ച് തന്നെ ഞാൻ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. പിന്നെ എന്താ ചക്ക ഉണ്ടായിരുന്നു, അതും ഇട്ടിട്ട് കൊടുന്നു വിട്ടു. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ പകുതി വിലയ്ക്ക് ചെരുപ്പിട്ട അതിനൊക്കെ 250 ആണെങ്കിൽ അതിൻ്റെ പകുതി അങ്ങനെ വരുന്നുള്ളൂ. പക്ഷെ ഉണ്ണിക്ക് അതിന് ഇടാൻ അവൾ കൂട്ടാക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ ചെരുപ്പാണെങ്കിൽ കുറച്ച് ലൂസ് ഉണ്ട്. അപ്പം അന്നൊരു ചെരുപ്പ് മേടിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ അവളത് ഇടുമ്പോൾ അവൾക്ക് അത് അത്ര കംഫർട്ടബിൾ ആയിട്ടില്ല. അവിടെ ഒരു നടുവിലൊരു വള്ളി വരുന്നില്ല, അത് ഇല്ലാത്തതാണ് ഉണ്ണി ഇട്ട് ശീലമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ വെറുതെ വാങ്ങണ്ടല്ലോ വിചാരിച്ചിട്ട് വാങ്ങിയില്ല കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര പനി കേട്ടോ. അവിടെ നിന്ന് വരുമ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ചൂട്. അപ്പോൾ ഇന്ന് കൈ മാറി കുളിപ്പിച്ചല്ലോ, കാരണം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം അമ്മ കൈ മാറി കുളിപ്പിച്ചുകൊണ്ടാണോ എന്ന് അറിയില്ല, പെട്ടെന്ന് അങ്ങനെ പനി വന്നത് കേട്ടോ. അങ്ങനെ അമ്മ കുളിപ്പിക്കാറുണ്ട് കേട്ടോ ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ. പക്ഷെ ഇപ്രാവശ്യം എന്താ പറ്റിയെന്നറിയില്ല. അപ്പോൾ എന്തായാലും നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ ഏട്ടന് വർക്കുണ്ട്. അപ്പോൾ ഏട്ടന് വർക്കിന് പോയി ഞാനും ഹോസ്പിറ്റലിൽ പോയിട്ടോ, പട്ടാമ്പി അബൂബക്കർ ഡോക്ടറെ അടുത്ത്. അപ്പോൾ ഡോക്ടർ അവിടെ തന്നെ മരുന്ന് കൊടുക്കണം പറഞ്ഞിട്ട് അവിടെ തന്നെ മരുന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കാരണം മിഠായി വാങ്ങി കൊടുത്തതാണ്. ഉണ്ണിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഈ വായിൽ കഴിക്കുകയാണ് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നല്ല കയ്പുണ്ട്. ഞാൻ വെറുതെ ഒന്ന് നോക്കിയാൽ നല്ല കയ്പുണ്ടായിരുന്നു കേട്ടോ. 2 തരം ഗുളികയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാജപ്രഭ ബസ് വന്നിട്ടുണ്ട്. കുറേ രാജപ്രഭ ബസ്സിൽ പോയിട്ടിട്ടോ. അങ്ങനെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഉണ്ണിക്ക് ഭയങ്കര വാശ കേട്ടോ. പ്രാവശ്യം വാശയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ വെയ്യാത്ത എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മരുന്ന് കുടിക്കുമ്പോഴായാലും
എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. കുറച്ച് ആക്റ്റീവ് കുറഞ്ഞു വന്നു കേട്ടോ അവള്. അങ്ങനെ ഞങ്ങളത് കുളപ്പുള്ളി എത്തി. കുളപ്പുള്ളിക്ക് ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വരികയാണ് പറഞ്ഞില്ല. അപ്പോൾ കുറച്ച് നേരത്തെ ഇപ്രാവശ്യം കാണിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒരു 6 മണിക്ക് 6 മണി ആയിട്ടുണ്ട് ഡോക്ടർ നോക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ 7-മത്തെ ആയപ്പോൾ പിന്നെ എല്ലാ പ്രാവശ്യം പോലെ വൈകിയില്ല കേട്ടോ. വരുന്ന വഴിക്ക് ഞങ്ങൾ മിസ്രിയിൽ കയറിയിട്ട് മെറ്റീരിയൽ എടുത്തു കേട്ടോ. വീട്ടിലിടാൻ വേണ്ടിയിട്ട് മാക്സിക്ക് പകരം മാക്സി തുണി എടുത്തു കേട്ടോ. എന്നിട്ട് അതുകൊണ്ട് ഒരു ടോപ്പ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിയെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചിടാൻ പറയാണ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്, അപ്പോൾ വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. അങ്ങനെ എന്താ വീട്ടിൽ വന്നിട്ട് പിന്നെ ഉണ്ണിയിരുന്ന് കളിക്കുക കേട്ടോ. മരുന്നൊക്കെ ഒന്ന് കഴിച്ചപ്പോൾ കുറച്ചൊരു ഉഷാറായിട്ടോ. വീട്ടിൽ മരുന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പനി വന്ന് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൊടുത്തിട്ടും അടുത്ത പ്രാവശ്യം കൊടുക്കാറാകുമ്പോഴേക്കും വീണ്ടും പനി വരുമായിരുന്നു. അപ്പോൾ പിന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് മരുന്നൊക്കെ കഴിച്ചപ്പോൾ പിന്നെ അവൾ കുറച്ച് ഓക്കെ ആയിട്ടോ. പിന്നെ ഏട്ടൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.